ഗാസയിലെ റഫ അതിർത്തി തുറന്ന ഇസ്രയേൽ വെടിനിർത്തൽ ധാരണയിലെ വ്യവസ്ഥ അനുസരിച്ചാണ് നടപടി. 2 വർഷം മുൻപ് യുദ്ധം തുടങ്ങിയതോടെയാണ് ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലെ റഫ അതിർത്തി ഇസ്രയേൽ അടച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സഹൽ സി മുഹമ്മദാണ്. സഹൽ, അതിർത്തി തുറന്നിട്ടുണ്ട്, പക്ഷേ പരിമിതമായിരിക്കും കടക്കാൻ അനുവദിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള 20 ദിന സമാധാന പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയമായും വലിയ ചുവടുവയ്പായും ഇപ്പോഴത്തെ ഈ തുറക്കലിനെ കാണാം. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള തുറക്കലാണ്. ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ ഉദ്ധരിച്ച് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് 150 പേർക്ക് ഗാസയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും 50 പേർക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാനുമുള്ള അനുമതി നൽകും എന്നുള്ളതാണ്. അതേസമയം തന്നെ മാനുഷിക സഹായവുമായി എത്തുന്ന മറ്റു വാഹനങ്ങളും മറ്റും പ്രവേശിപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാൽനടയായി എത്തുന്നവർ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്നാണ് ഇപ്പോഴും അറിയിക്കുന്നത്. കടുത്ത സുരക്ഷാ പരിശോധനയും മറ്റുമെല്ലാം കടന്നു വേണം ഇപ്പോഴും ഗാസ അതിർത്തി, ഈ റഫ അതിർത്തി കടന്നു പോകാൻ. എന്നിരുന്നാലും ഈ ഒരു തുറക്കൽ എന്തായാലും ശുഭപ്രതീക്ഷയോടെ തന്നെ കാണാവുന്നതാണ്. കാരണം ഒരു പൂർണ്ണമായ തുറക്കലിലേക്ക് ഇത് വഴിവെക്കും എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഒക്ടോബറിൽ തുറക്കേണ്ടിയിരുന്നതാണ് ഇത്. 2 വർഷമായി അടച്ചു കിടക്കുന്ന അന്നത്തെ ഈ തുറക്കൽ വീണ്ടും സംഘർഷങ്ങൾ തുറന്നും മറ്റും ഇസ്രായേലിന്റെ നിലപാടിനെ തുറന്നും വീണ്ടും നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായി അതിന്റെ ആദ്യഘട്ടം വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു തുറക്കൽ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് വലിയ പ്രയത്നത്തിനൊടുവിൽ, രാഷ്ട്രങ്ങളുടെ വലിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ രീതിയിലെങ്കിലും ഇപ്പോൾ തുറന്നിരിക്കുന്നത്. കൂടുതൽ സജീവമായി റഫ അതിർത്തി സജീവമാകുന്നതിലേക്ക് കടക്കും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഏതു നേരവും സംഘർഷവും മാത്രവുമല്ല, വെടിനിർത്തൽ കരാർ ഇപ്പോഴും ഇസ്രായേലിനെതിരെ ആരോപിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അത് എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുമെന്ന ആശങ്ക കൂടി ഇപ്പോഴുണ്ട്. എന്തായാലും ഇത് നിലവിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ വാർത്തയാണ് റഫയിൽ നിന്ന് പുറത്തു വരുന്നത്.